ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കുറച്ച് ലേറ്റ് ആണ് റീഡിങ്. ഓക്കെ, ഞാൻ ചെറിയൊരു ക്വിക്ക് ഗൈഡൻസ് ഇടാം നിങ്ങൾക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ, ഒരു ഗൈഡൻസ് കാർഡ്സ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സ്പീക്ക് യുവർ മൈൻഡ്. Inspiration and courage, tears of joy and sadness, follow your dreams. Okay, തൽക്കാലം ഇത് പറയാം. ഇവിടെ മെയിനായിട്ട് കാണുന്ന സ്പീക്ക് യുവർ മൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലുള്ളത് തുറന്നു പറയൂ എന്നാണ് പറയുന്നത്. എനിക്ക് അത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളെക്കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ഡ്രീംസ് എന്ന് കാണുന്നുണ്ട്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് ചിലപ്പോൾ എന്തെങ്കിലും പറയണം, നിങ്ങളുടെ എന്തെങ്കിലും കാര്യം. ഇതൊരു പ്രായമായ ആരോടോ പറയുന്ന പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ മേ ബി നിങ്ങളുടെ പാരൻസിനോട്, അല്ലെ അങ്ങനെ അവിടെ നിർബന്ധമില്ല കേട്ടോ, സ്പെഷ്യലി ഞാൻ പറഞ്ഞത് മാത്രം. ബാക്കി നിങ്ങൾക്ക് ആരോടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുള്ളത് തുറന്നു പറയാനുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടാവില്ല, പേടി കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, അതോ എന്താവും, അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെയുള്ള പേടികളും ഉണ്ടായിരിക്കും. സമ്മതിക്കുമോ സമ്മതിക്കില്ലേ, എന്തെങ്കിലും പെർമിഷൻ ചോദിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് പറയാനായിരിക്കാം. സോ ബട്ട് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും, ഓക്കെ അതുകൂടി നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേറെ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറയേണ്ടി വരും. എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് പറയണം അല്ലേ. സോ അങ്ങനെ വല്ല കാര്യമായിരിക്കാം. സോ എന്തോ ഒരു കാര്യം നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാനുണ്ട്, പറയാൻ. ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്, ആക്ച്വലി ഇതിവിടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇത് നമ്മുടെ വിഷ് പോലൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഈ പറപ്പിച്ച് വിടില്ലേ, ഊതി പറപ്പിച്ച് വിടില്ലേ, അതിനെന്താ പറയുക, കാറ്റാടിയോ എന്തോ പറയുമല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ് പിടിച്ചിരിക്കുന്നത്. സോ എന്തോ വിഷിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയൂ എന്നായിരിക്കാം. എൻ്റെ ഇവിടെ എല്ലാം അതിനെക്കുറിച്ച് തന്നെയാണ്. സോ മേ ബി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ പഠിക്കാനോ ജോലിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്സിൽ, ബന്ധങ്ങളിൽ, എവിടെയായാലും ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഐ തിങ്ക് അത് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാര്യം ഇവിടെ നിങ്ങൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, പറയാതെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ചില സമയത്ത് നമ്മളൊരു ധൈര്യം വെച്ച്, കറേജ് വെച്ച് പറഞ്ഞേ പറ്റൂ. കാരണം ഇവിടെ കറേജ് ഉണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്കിത് പറയാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ഓക്കെ, മേ ബി ഒരു മോട്ടിവേഷൻ വരും. യെസ്, ഞാൻ പറയാം എന്നൊരു തോന്നൽ വരും. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച്, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വരും. ഓക്കെ, ആ ഒരു ധൈര്യം നിങ്ങൾക്ക് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറഞ്ഞത്. ഇവിടെ പടക്കം പൊട്ടുന്നുണ്ട്. എന്താണോ എന്താ ദിവസം എനിക്കറിയില്ല. ഓക്കെ, എനിവേ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. സോ അപ്പോൾ യെസ്, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സക്സസ്സിലേക്ക് എത്തും എന്ന് പറയാം അല്ലേ. പടക്കം പൊട്ടിച്ച് നമ്മൾ ആഘോഷിക്കില്ലേ. സോ മേ ബി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ ഇടും. നിങ്ങൾക്ക് കേൾക്കുമെന്നറിയില്ല. ഓക്കെ, നല്ല എന്താ ദിവസമാവോ ഒന്നുമില്ലല്ലോ ഇവിടെ, എനിക്കറിയില്ല. എന്തായാലും ഇൻസ്പിറേഷൻ ആൻഡ് കറേജ് കാണുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ധൈര്യം വെച്ച് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിലൊരു സക്സസ് നിങ്ങൾക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺഫർമേഷൻ തരുന്നു. ആൻഡ് ടീയേഴ്സ് ഓഫ് ജോയ് ആൻഡ് സാഡ്നെസ്, അഗെയിൻ എവിടെയും പറയുന്നത് തന്നെയാണ്. ഇത് ജോയ് ആൻഡ് സാഡ്നെസ് ആണ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വരാം, ചിലത് നിങ്ങൾക്ക് നേടും. നമ്മൾ പറയില്ലേ, ചിലത് കിട്ടുമ്പോൾ നമ്മൾ ചിലത് നഷ്ടപ്പെടും നമ്മുടെ കയ്യിൽ നിന്ന് പറയില്ലേ. സോ ഇവിടെ അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കരയുക എന്ന് പറയില്ലേ, എനിക്ക് ആ ഫീലിംഗ് ആണ് വരുന്നത്. ഇവിടെ ഒരു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സോ മേ ബി നമ്മളുടെ ആഗ്രഹം ഫുൾഫിൽ ആവുന്നതിൻ്റെ സന്തോഷമായിരിക്കാം. ഒപ്പം ഒരു സങ്കടവും കാണുന്നുണ്ട്. സോ മേ ബി രണ്ട് തരത്തിലും എടുക്കാം. മേ ബി ചിലത് നിങ്ങൾ വിട്ട് കളയേണ്ടി വരും എന്ന രീതിക്കായിരിക്കാം. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേറെന്തോ സന്തോഷവും വരുന്നുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നമ്മൾ ആക്ച്വലി ഇതിലൊരു ഇത്രയും കാലം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം നിങ്ങൾ ചെയ്തത്. അതായത് മനസ്സിൽ വിഷമങ്ങളൊക്കെ വെച്ച് പുറമേ ചിരിച്ച് കാണാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നതില്ല, ഇനി നിങ്ങൾക്ക് സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത്. ഡോണ്ട് വറി, ഈ ഒരു സ്റ്റേജ് നിങ്ങളുടെ അവസാനിക്കാൻ പോകുന്നു എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, മനസ്സിൽ ഒരുപാട് വിഷമം വെച്ച് പുറമെ എല്ലാവരെയും മുമ്പിൽ ചിരിച്ചൊക്കെ കാണിച്ച് നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം നിങ്ങളുടെ മാറും. ആക്ച്വൽ സന്തോഷം യെസ് നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്.
ആൻഡ് ഇവിടെ ഫോളോ യുവർ ഡ്രീംസ്. യെസ്, അഗൈൻ സെയിം തിങ്. ഇവിടെയും വിഷസിൻ്റെ കാര്യം ഉണ്ടെന്ന്, ഇവിടെയും ഡ്രീംസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം, ഇൻസ്പിറേഷൻ ഇവിടെയും. സോ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്, അങ്ങനത്തെ എന്ത് കാര്യമായാലും നിങ്ങളോട് അത് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യൂ. ഓക്കെ, അതിപ്പോൾ ഡ്രീംസ് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ എന്താ പറയുക, പാട്ടുകാരനാവണം, ഡാൻസുകാരി, അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം നടക്കില്ല. പക്ഷെ മേ ബി ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ തന്നെ നമ്മൾ പറയില്ലേ, ഒരു ഗോൾ വെച്ച് ഫോളോ ചെയ്യുക, അതിനെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ ഇനി വെയിറ്റ് ചെയ്യണ്ട, ഗോ ഹെഡ് എന്നുള്ളൊരു സൈൻ ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഇതിൽ നിന്ന് എടുക്കാം, അല്ലെ ഈ ഡെക്ക് തന്നെ എടുത്തേക്കാം. എന്താണാവോ പടക്കമൊക്കെ പൊട്ടിയത്. എന്തായാലും നിങ്ങൾക്ക് നല്ല സൂചന തരുന്നുണ്ട്. ഞാൻ അത്ര ലേറ്റ് ആയത് നന്നായി തോന്നുന്നു. അഫർമേഷൻ ഫോർ ഹീലിംഗ് ദ ഹാർട്ട്. ഇത് തിരിഞ്ഞു പോയത് ഞാൻ പിടിച്ചു. ഓക്കെ, സീസണൽ ഹാർവെസ്റ്റ്. ഓക്കെ, അങ്ങനെ ജോയ് ആൻഡ് ഡിലൈറ്റ്. വാവ്, ഓസം. ഓക്കെ, കൂടുതൽ എടുക്കുന്നില്ല, സമയം ഒരുപാട് നേട്ടണ്ട. ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ചേഞ്ച്. യെസ്, ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലാണ്. ഐ തിങ്ക് നിങ്ങൾ ഇതുവരെ എപ്പോഴും ഇങ്ങനെ പേടിച്ചിരുന്നു, നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ വെച്ചിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ടുവേർഡ്സ് ലൈറ്റ് ആണ് നിങ്ങൾ നടക്കുന്നത്. സോ യെസ്, വളരെ നല്ലൊരു പോസിറ്റീവ് സൈനാണ്. അഫർമേഷൻ ഫോർ ഹീലിംഗ് ദ ഹാർട്ട്. ഇവിടെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ തുറന്നു കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ പറയില്ലേ ഭാരം ഇറങ്ങും, ഒന്നാമത്തെ കാര്യം. ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലും നമ്മൾ പറയില്ല തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു വ്യക്തി നമ്മളെ വേദനിപ്പിക്കുന്നു, അങ്ങനെ എന്ത് കാര്യമായാലും ഇവിടെ ഒരു ഹീലിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ തുറന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഭാരം കുറയും, അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. അതാരും ആവാം, പാരൻസ് ആവാം, ബ്രദർ സിസ്റ്റർ ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്തും ആവാം. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഹാർട്ട് ഹീലാവും എന്നാണ് പറയുന്നത്. വെച്ചാൽ മനസ്സിലെ വേദനകൾ മാറി വരും. ആൻഡ് ഇവിടെ സീസണൽ ഹാർവെസ്റ്റ്. ഓക്കെ, ഇപ്പം സമയമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും മേ ബി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചിലത് തുടങ്ങി വെച്ച് കാണാം, അതിനെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിളവെടുപ്പിന് സമയമായി, അതിൻ്റെ ഒരു നല്ല റിസൾട്ട് വരുന്നതിന് സമയമായി എന്നാണ്. അല്ലെങ്കിൽ മേ ബി ഇപ്പോഴാണ് സമയം എന്നുള്ളതായിരിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും എന്ന് പറയില്ലേ, ഇപ്പോൾ സീസൺ ആണ്, ചെയ്തോളൂ എന്ന് പറയില്ലേ, ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ വിളവെടുക്കുന്ന സമയം എന്തായാലും കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്ത എഫേർട്ടിനൊക്കെ നല്ല റിസൾട്ട് വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഇവിടെ ജോയ് ഉണ്ടല്ലേ, തലകുത്തി മറിയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അത്രയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഓക്കെ, ജോയ് ആൻഡ് ഡിലൈറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അത്രയും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആക്ച്വലി മനസ്സ് ഹീലായി, നിങ്ങളുടെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞു, എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഒക്കെ ബെറ്റർ ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് എല്ലാം വരുന്നത് എവിടെ നിന്ന് അറിയോ, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ്, വൺ സ്റ്റെപ്പ്, ഒരു ധൈര്യത്തോടെയുള്ള ഒരു സ്റ്റെപ്പ്. അത് ചിലപ്പോൾ ഒരു കാര്യം പറയലായിരിക്കാം, ഒരു കാര്യം ചെയ്യലായിരിക്കാം. ആ ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയുന്ന ഒരു സമയമാണ്. ആക്ച്വലി ഇത് പറയുന്നത് കറക്റ്റാണ്, തലകുത്തി മറിയുന്ന പോലെ. ഓക്കെ, സോ അതിനുള്ള ഒരു സ്റ്റെപ്പ് പക്ഷെ നിങ്ങൾ എടുക്കണം, നിങ്ങളായിട്ട് തന്നെ ചെയ്യണം, എന്നാലേ മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നല്ലൊരു ദിവസം. നന്ദി, നമസ്കാരം.